ഇന്നൊരു ബ്രൈറ്റ് സണ്ണി സാറ്റർഡേ ആണ്. ഞങ്ങൾ 3 പേരും കൂടെ ഫാൽ ഷോപ്പിംഗ് സെൻട്രത്തിലേക്ക് പോവാണ് ആമിക്ക് 2 ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. ഈ കാണുന്ന ട്രിന്നോ ഗാർഡൻ ബസ് സ്റ്റോപ്പാണ് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പ്. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ബസ് വന്നു. അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, കാരണം വെയിലൊക്കെ ആയപ്പോൾ. അപ്പം നല്ല ചൂടാണെന്ന് തോന്നുമെങ്കിലും നല്ല തണുപ്പാണ്. ഗ്ലൗസ് ഇടാതെ ഇപ്പോൾ എനിക്ക് പുറത്തൊന്നും നിൽക്കാനേ പറ്റുന്നില്ലായിരുന്നു, അത്രയും തണുപ്പായിരുന്നു എനിക്ക്. ബസ്സിനകത്ത് കയറുമ്പോൾ കുഴപ്പമില്ല, പിന്നെ ഹീറ്ററൊക്കെ ഉണ്ട്. ആ കാണുന്നതാണ് ഒലിബർഗ് ജിംനാസിയറ്റ്. ജിംനാസിയറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കോളേജിലൊക്കെ പോകുന്നതിന് മുൻപുള്ള ക്ലാസ്സസ് ആണ്. അപ്പോൾ നമ്മുടെ +1 +2 പോലെയൊക്കെ ആയിരിക്കണം. ആൻഡ് ഇതാണ് ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ്. അങ്ങനെ നമ്മൾ ഫ്ലാൽ ഷോപ്പിംഗ് സെൻട്രത്തിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇറങ്ങി നടന്നപ്പോൾ വെയിലായതുകൊണ്ട് ഇവിടെയുള്ള താഴെ വീണെടുക്കുന്ന സ്നോയൊക്കെ മെൽറ്റായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല സ്ലിപ്പറിയാണ്. അപ്പോൾ 1-2 വട്ടം സ്ലിപ്പായി പോവുകയും ചെയ്തു. എന്നാലും ക്ലൈമറ്റ് ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കും ആൾക്കാർക്കൊക്കെ പുറത്തിറങ്ങി നടക്കാനൊരു ഉന്മേഷമുണ്ട്. ഈ കാണുന്ന ആൽക്കഹോൾ ഷോപ്പിൽ ഞങ്ങൾ വന്ന സമയത്ത് ഒരു വട്ടം പോയിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, എന്താണ് ഏതാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല ബ്രൈറ്റ് ഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ആളുകളുടെ റോഡുകളിലും ഷോപ്സിലൊക്കെ ഉണ്ട്. ആ കാണുന്നതാണ് H&M. പക്ഷേ നമ്മൾ അങ്ങോട്ടേക്കല്ല പോകുന്നത്. ഈ കാണുന്ന ക്രബാറ്റിൻ എന്ന് പറയുന്ന സ്റ്റോറിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇത് കുട്ടികളുടെ ഡ്രസ്സും ടോയ്സൊക്കെ ഉള്ളൊരു കടയാണ്. അങ്ങനെ അവിടെ നിന്നൊരു 1-2 ഡ്രസ്സൊക്കെ എടുത്ത് ഒരു ടോയും വാങ്ങി ഞങ്ങൾ പതുക്കെ ഇറങ്ങി. അപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ആമിക്കും നല്ല തണുക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ലിഡിലേക്ക് പോകാൻ, സൂപ്പർ മാർക്കറ്റിലേക്ക് പോകാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്തു. കാരണം ആമീനെ എടുത്ത് നടക്കാൻ പാടായതുകൊണ്ടും ആമിക്ക് ഒറ്റയ്ക്ക് നടക്കാനും ബുദ്ധിമുട്ടാണ് ഇങ്ങനെ സ്ലിപ്പറി ആയതുകൊണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ആ പ്ലാൻ വേണ്ടെന്ന് വെച്ചു. ഈ കാണുന്ന QR കോഡാണ് ടിക്കറ്റ് എന്ന് പറയുന്നത്. ഇത് ഡ്രൈവറുടെ അടുത്തുള്ള സ്കാനറിൽ സ്കാൻ ചെയ്താലാണ് നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റുക. ഈ ടിക്കറ്റ് യൂസ് ചെയ്ത് നമുക്ക് ബസ്സിലും ട്രെയിനിലും ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അത്രയേ ഉള്ളൂ. ബൈ.